നമസ്കാരം, പൊളിറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ അതിന്റെ നാശത്തിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഇറാൻ വെട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്ന സത്യം നെതന്യാഹു ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടികൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് തന്നെയാണ് ലോകം തന്നെ ഇപ്പോൾ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് 100-ലധികം ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രയേലിനെതിരെ വിക്ഷേപിച്ചത്. ഇസ്രയേലിന്റെ ആണവ സൈനിക ആസ്തികളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലിന് കനത്ത തിരിച്ചടികൾ നൽകുന്നതിന്റെ മുന്നോടിയായി ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നതിനാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ പങ്കുകൂടി ഇതിൽ വ്യക്തമായതോടെ അമേരിക്കൻ താവളങ്ങളും ഇറാൻ ആക്രമിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, മറ്റു പല നീക്കങ്ങളും ഇറാൻ ഇപ്പോൾ നടത്തുകയാണ്. 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇറാന്റെ പക്കലുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത്, ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ ആണവ ശേഷിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന പരസ്യമായ പ്രഖ്യാപനം കൂടിയാണിത്. ഇറാന്റെ കയ്യിലുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചാൽ അത് ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്നും തന്നെ നീക്കം ചെയ്യുമെന്നതിൽ സംശയമൊന്നുമില്ല. കൂടാതെ ഇറാന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഹൂത്തികളും ഹിസ്ബുള്ളയും ഇനി രംഗത്തിറങ്ങിയാൽ ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങൾ കനക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനു പിന്നിൽ അമേരിക്കയുടെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ കപ്പലുകൾക്കും അമേരിക്കൻ താവളകൾക്കും നേരെയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ വലിയൊരു സംഘർഷം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളും അമേരിക്കയെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഒരേ ശബ്ദത്തിൽ പറയുന്നത്. ഇതോടെ മറ്റു രാജ്യങ്ങൾ ഇറാന്റെ ഭാഗത്തേക്ക് ചേരുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കടുത്തതോടെ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾ അവയുടെ വ്യോമ അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നതിലപ്പുറം വലിയ ആക്രമണമാണ് അമേരിക്കയെയും ഇസ്രയേലിനെയും കാത്തിരിക്കുന്നത്. യുദ്ധവിദഗ്ധരും ഇത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ഭൂഗർഭ അറകളിൽ നിന്നും വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇറാൻ ഇതോടെ തന്നെ വിന്യസിച്ചു എന്നുള്ള വാർത്തകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ റഷ്യയും ഉത്തര കൊറിയയും ഇനി പങ്കുചേരുകയാണെങ്കിൽ അത് നെതന്യാഹുവിനെ തന്നെ ഭസ്മമാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഹൂതികളുടെ ആക്രമണവും ദിനം പ്രതി കടുക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ ഈ നീക്കം. ഇറാനെ ആക്രമിച്ചതോടെ ഹൂതികൾ അവരുടെ ആക്രമണം പതിവിലും കഠിനമാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇറാന്റെ ആക്രമണത്തെ ഭയന്ന് നെതന്യാഹു അടക്കം ഇപ്പോൾ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നതും പുറത്തുവരുന്ന വാർത്തകളാണ്.